ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു പാടത്തിൻ്റെ നടുക്കായിട്ടിരിക്കുന്ന ഒരു കുട്ടി അമ്പലത്തിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് ചോദിച്ചൊരു കാര്യമാണ് അവൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറക്ക് അടുത്തായിട്ടുള്ള കണ്ടനാടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടനാട് സൂര്യകാന്തിയുടെ സീസൺ തുടങ്ങിയപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അങ്ങോട്ടേക്ക് അത് കാണാൻ പോയിട്ടുണ്ടാവും. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത് നമ്മളന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ച ഹെൽമെറ്റ് മൗണ്ട് വെച്ചിട്ടാണ്. അന്ന് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഇട്ടതല്ലാണ്ട് ഇപ്പോഴാണ് ഞാനത് കറക്റ്റായിട്ട് പുറത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ആ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ കണ്ടനാട് സൺഫ്ലവർ ഫീൽഡ്സ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യണം. അതാണ് ലൊക്കേഷൻ. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നാണ് നമുക്ക് ആ ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. ഈ മൗണ്ട് അത്യാവശ്യം നല്ലതാണ്. നമുക്കിവിടെ സിറ്റിയിൽ തന്നെ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നതെങ്കിൽ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നല്ല വിഷ്വൽസ് നമുക്ക് ഇതിലൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ചിട്ടാണെങ്കിലും ഇതിന് കാര്യമായിട്ടുള്ള കുലുക്കങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ആ ഒരു റേറ്റിന് നല്ല പ്രൊഡക്റ്റാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടനാട് സൺഫ്ലവർ ഫീൽഡ്സ് എന്ന് അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലെത്തും. അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പിലേക്ക് പോകുമ്പോൾ ആ പാടത്തിൻ്റെ നടുക്കായിട്ട് അമ്പലം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടേക്ക് പോകാൻ വഴിയൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്ന് വേണം അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി. അധികം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ വഴിയൊന്നും കാണാത്തത്. കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ വഴിയൊക്കെ താനേ വന്നോളും. പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ റീൽസിലൂടെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു ഇടമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല ലൊക്കേഷനാണ്. ഇതിൻ്റെ ദൂരെയായിട്ട് പുറകിൽ തന്നെ ഒരു റെയിൽവേ പാളമൊക്കെ ഉണ്ട്. നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ വീടൊക്കെ ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് നടന്ന് വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി. ഉച്ചക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് വരുന്നവർ മാക്സിമം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരാൻ നോക്കുക. ഫോട്ടോഷൂട്ടിനൊക്കെ വരുവാണെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ലൊക്കേഷനൊന്നും അല്ല. പക്ഷേ ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയ അമ്പലം ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് റീൽസൊക്കെ ഷൂട്ട് ചെയ്തത്. ആ റീൽസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് എന്നോട് ചോദിച്ചത് എവിടെയാണ് ഈ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്, എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതൊക്കെ. അപ്പോൾ ഇതാണ് വഴി. സൺഫ്ലവർ ഫീൽഡ്സ് എന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ ലൊക്കേഷനിൽ വരും. അവിടെ നിന്ന് നമ്മൾ കുറച്ചിറങ്ങി ഇതുപോലെ ഫ്രണ്ടിലേക്ക് നടക്കണം. പിന്നെ വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇതുപോലെ വയലുകളൊക്കെ കാണുമ്പോൾ ചാടി അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങരുത്. ഇതിലേക്ക് അടിയൊക്കെ ചെളിയുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഷൂസൊക്കെ ഇട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ തീരുമാനമാവും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നല്ലൊരു ലൊക്കേഷനാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ സമാധാനമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം നിൽക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു ലൊക്കേഷൻ. ഇവിടെ പൂജയുള്ള അമ്പലമാണോ ഇവിടെ എന്താണ് പ്രതിഷ്ഠ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇവിടെ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ വരുന്നവരാണെങ്കിലും ആവശ്യമില്ലാണ്ട് അതിൽ കയറാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത്. ഇതുപോലെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടി. പിന്നെ ഇത് കൃഷിയിടമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവരുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്. പിന്നെ വരുന്നവരെന്തായാലും സൂക്ഷിച്ച് വേണം വരാൻ വേണ്ടി. കാരണം ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടാവും. ഒന്നും ചവിട്ടി കളയാതെ വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. ഇതെന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ ഉടമസ്ഥയിലുള്ള പാടമാണ്. അതുകൊണ്ട് വരുന്നവർ മാക്സിമം ഫോട്ടോ എടുത്തിട്ട് മാത്രം പോവുക. വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കരുത്. അങ്ങ് ദൂരമായിട്ട് ട്രെയിൻ പോകണമെങ്കിൽ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതുപോലത്തെ ഒരു വലിയൊരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. എന്തോ വീടൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ തിരിച്ചിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അപ്പം നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തിരിച്ചു പോവാം. ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾ ആ ലൊക്കേഷനിലിട്ട് വരുമ്പോൾ എത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി. അവിടെ ഇറങ്ങാൻ പടികളൊന്നുമില്ല. ഒരു ജനലിൻ്റെ കട്ടുള്ള അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചവിട്ടിയാണ് താഴത്തേക്ക് ഇറങ്ങിയത്. ഇതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഏകദേശം ലൊക്കേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. കാറിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങോട്ടേക്ക് ബൈക്ക് മാത്രമേ കയറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അപ്പുറം വഴി കറങ്ങി വരേണ്ടി വരും. അതിന് നല്ലത് എളുപ്പ വഴി ഇത് തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാറിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരിടമുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു ലൊക്കേഷനാണ് ഇത്. കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനോ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനോ ഒക്കെ ഒരു നല്ലൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് വന്ന് ഫോട്ടോ എടുക്കാൻ പോവുക.
ഇതുപോലുള്ളൊരു ചെറിയ വഴിയാണ് ഈ ഒരു ലൊക്കേഷൻ വന്ന് കയറുന്നത്. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒരു പ്രതിമ കാണാൻ പറ്റും, ശ്രീനാരായണ ഗുരുവിൻ്റെ. അവിടെ നിന്നാണ് ഈ വഴി തുടങ്ങുന്നത്. അങ്ങനെയാണ് അകത്തേക്ക് വരേണ്ടത്. പലരും വളവ് തിരിഞ്ഞ് നേരെ പോകും. നേരെ പോകരുത്. ഇതുപോലുള്ളൊരു ചെറിയൊരു വഴി നമുക്ക് ലെഫ്റ്റിലേക്ക് കാണാൻ പറ്റും, തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ. ഇതുപോലെ ആ പ്രതിമയുടെ സൈഡിൽ കൂടി വേണം നമ്മൾ അകത്തേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ, ഞാൻ ഈ ഒരു ലൊക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കിനി ഇതേപോലെ സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഞാനീ വന്ന സമയം ഉച്ചയാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലാണ് അവിടെ. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ വരാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.